ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു കരിങ്കലിൻ്റെയൊക്കെ മോഡലിലുള്ളൊരു ചെടിച്ചട്ടി. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറച്ച് മണ്ണ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മോൾഡിന് വേണ്ടി. അപ്പം മണ്ണിന് പകരം മണലായിരുന്നാലും പാറപ്പൊടിയായിരുന്നാലും മതിയാവും. അപ്പം മണ്ണാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റ് ശകലം വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കോട്ടൺ തുണിയും അത് സിമൻറ്റിൽ നല്ലവണ്ണം എല്ലാ ഭാഗത്തും പറ്റത്തക്ക രീതിയിൽ ആ തുണി സിമൻറ്റിൽ മുക്കി നമ്മുടെ മോൾഡിന് ചുറ്റാതെയും പൊട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കെട്ടുകമ്പിയാണ്. ഇപ്പം കെട്ടുകമ്പിക്ക് പകരം നെറ്റായിരുന്നാലും മതിയാകും. അപ്പം കെട്ടുകമ്പി നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയർ നമ്മുടെ മോൾഡിന് ചുറ്റാതെയും ചുറ്റി കെട്ടിയിട്ട് പിന്നെ കുറച്ച് സിമൻറ്റ് പൊടിയെടുത്ത് ആ തുണിയിൽ മൊത്തം ഒന്ന് നല്ല എണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ തുണിയിലുള്ള ഈർപ്പമൊക്കെ ആ സിമൻറ്റ് പൊടി പിടിച്ചെന്ന് എടുത്തോളും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സിമൻറ്റ് മണലും കൂടെയാണ്. അത് സിമൻറ്റ് ഒന്നും മണലൊന്നും എന്ന അളവിലാണ് എല്ലാ വീഡിയോയിലും എടുക്കുന്നത്. അതുപോലെയാണ് ഈ വീഡിയോയിലും എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ ഒന്നിനൊന്ന് സിമൻറ്റും മണലും കൂടെ തുല്യ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ കരണ്ടി ഉപയോഗിച്ച് നമ്മുടെ മോൾഡിന് ചുറ്റാതെ തേച്ച് പിടിപ്പിക്കാം. സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം മതിയാകും. കാരണം നമുക്ക് ഇതിൻ്റെ പുറത്താണ് പിന്നെ നമുക്ക് കല്ലിന് വേണ്ടി കല്ലിൻ്റെ ഒരു ഷേപ്പിൽ രണ്ടാമത് വീണ്ടും ഒന്നേന്ന് ഒട്ടിക്കാനുള്ളതാണ്. അപ്പം ആദ്യത്തെ ഒരു ലെയർ മുകൾ സൈഡും റൗണ്ടിന് എല്ലാ സൈഡിലും ഒരു 1/2 ഇഞ്ച് കനം കറക്റ്റ് വരത്തക്ക രീതിയിൽ സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാ സൈഡിലും സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം 1/2 ഇഞ്ച് കനം എല്ലാ സൈഡിലും വരത്തക്ക രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു 10 മിനിറ്റ് ഒന്ന് ആ സിമൻറ്റിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് പോയിട്ട് സെക്കൻഡ് ലെയർ ഒട്ടിക്കാം. സെക്കൻഡ് ലെയർ ഒട്ടിക്കാനെന്ന് പറയുമ്പം പ്രത്യേകിച്ച് അതിന് ഷേപ്പൊന്നുമില്ല. കരണ്ടി വെച്ച് തന്നെ ഒരു മീഡിയം 1/2 ഇഞ്ച് കനത്തിനെങ്കിലും നമുക്ക് സിമൻറ്റ് കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പറ്റിച്ച് റൗണ്ട് ഷേപ്പിലോ കല്ലിൻ്റെ ഒരു രീതിയിൽ എല്ലാം ഒരേ ലെവലിൽ ഒരേ ആകൃതിയിൽ വരണ്ട. അപ്പം നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ പൊട്ടിച്ചെടുത്താൽ മാത്രം മതി.
അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ സൈഡിലും ആ കരണ്ട് വണ്ടി തന്നെ കല്ലിൻ്റെ ഒരു മോഡലിൽ മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു ചെറിയൊരു ബ്രഷിൻ്റെ ഒരു എൻഡ് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കല്ലിൻ്റെ രൂപത്തിൽ തന്നെ പെയിൻ്റ് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ വീഡിയോ കാണും കണക്ക് തന്നെ ആ ഒരു ഡിസൈൻ കൊടുക്കുമ്പം കാണാനൊക്കെ ഒരു ലുക്കായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുമ്പം ഏത് വേണോ മതി, പ്ലാസ്റ്റിക്കിൻ്റെയോ ഇരുമ്പിൻ്റെയോ ആയിരുന്നാലും മതിയാവും. അപ്പോൾ നമ്മൾ പിടിച്ചാൽ വളഞ്ഞു വരണം. അപ്പോൾ അത് വെച്ച് നമുക്ക് ആ കല്ലിൻ്റെയൊക്കെ നമ്മൾ ഒട്ടിച്ച് ചെയ്യുന്നതിൻ്റെ പുറത്ത് കുറേശ്ശെ ഒരു ചെറിയൊരു കുഴി കണക്ക് വരത്തക്ക രീതിയിൽ നമുക്ക് മൊത്തം വരച്ചെടുക്കാം. അപ്പം കാണാൻ നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഏറ്റവും മേളിൽ ഭാഗത്ത് ഇനി ഒരു ഹോൾ കൊടുക്കണം. ചെടിച്ചട്ടിയുടെ അടിഭാഗത്തുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടിയുള്ള ഹോള്. അപ്പം ആ ഹോളും കൂടെ കൊടുത്തിട്ട് ഏകദേശം ഒരു 3 ദിവസമെങ്കിലും നല്ലവണ്ണം നനച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെടിച്ചട്ടി എടുത്ത് അതിനകത്തുള്ള മണ്ണൊക്കെ മാറ്റി നല്ലവണ്ണം കഴുകി എടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണക്കണം. ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയുടെ അകത്തുള്ള മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓരോ പീസും നമ്മൾ ഒട്ടിച്ച ഒരു കല്ലിൻ്റെ ആകൃതിയിലുള്ള ഓരോ പീസിൻ്റെയും ഗ്യാപ്പ് സൈഡ് വരുന്ന അവിടെ നല്ലവണ്ണം കുഴിച്ച് ബ്ലേഡ് വെച്ചോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അല്ലെങ്കിൽ കരണ്ടി കൊണ്ടോ നല്ലവണ്ണം കുഴി വരത്തക്ക രീതിയിൽ നല്ലവണ്ണം അവിടെ മാർക്ക് ചെയ്യാം. അപ്പം അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് എല്ലാം ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പം കളറ് എല്ലാം ഞാൻ ഇവിടെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് ഏതൊക്കെ കളറാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബ്ലാക്ക് മൊത്തം അകസൈഡും ചെടിച്ചട്ടിയുടെ പുറത്തും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് റെഡും മഞ്ഞയും കൂടെ തുല്യ അളവിലെടുത്തിട്ട് ചെറിയൊരു ഓറഞ്ച് കളർ വരത്തക്ക രീതിയിൽ ഇപ്പം ബ്രഷിൽ നല്ലവണ്ണം കട്ടി വരത്തക്ക രീതിയിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ബ്രഷിൻ്റെ എൻഡ് വെച്ച് ഒന്ന് ഷെയ്ഡ് വരത്തക്ക രീതിയിൽ മാത്രം ആ ഒരു ഓറഞ്ചിൻ്റെ കളറ് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ടിക്ക് അടിക്കരുത്. കട്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കല്ലിൻ്റെ ആ ഒരു ലുക്കൊന്നും കിട്ടത്തില്ല. അപ്പം ആ ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ആ കല്ലിൻ്റെ ഒരു കളറിനുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫസ്റ്റിലെ ഡിസൈൻ ചെയ്ത് വെച്ച ആ ഒരു കുത്ത് വരത്തക്ക രീതി വരുന്ന അതിനകത്ത് നമുക്കൊരു കല്ലിൻ്റെ പുറത്തുള്ള ഒരു പായലിൻ്റെ ഒരു എഫക്റ്റൊക്കെ വരാൻ വേണ്ടിയുള്ള ഡാർക്ക് ഗ്രീന്, 2 കളറും ഡാർക്കായിട്ടുള്ള ഗ്രീനാണ്. അപ്പം അത് രണ്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുമ്പം ഏകദേശം അതിൻ്റെ ഒരു കളർ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് സിൽവർ ആക്രിലിക്കാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക.
അപ്പം സിൽവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആക്രിലിക്കിൻ്റെ ഗോൾഡാണ്. അതും കൂടെ ബ്രഷിന് ഒന്ന് ആ ഒരു എഡ്ജ് ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം അത് എടുത്ത് കാണിക്കണ്ട, ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ആ ഒരു എഡ്ജ് ഭാഗങ്ങളിലൊക്കെ മാത്രം. അവസാനം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ വാർണിഷാണ്. അത് 1-2 കോട്ട് അടിച്ചു കൊടുക്കുക. അപ്പം ചെടിച്ചട്ടി കാണാൻ നല്ല ലുക്കൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ബൈ.